അയ്യോ, അങ്ങനെ എന്റെ ആഗ്രഹം സാധിച്ചു. ഊട്ടി എത്തി. ഓ, ഞാൻ കളിക്കുന്നിടത്തല്ലല്ലോ ഇങ്ങനെ വാഴ വെക്കുന്നേ. ഇതിന് ഇച്ചിരി റേഞ്ച് കുറവാ. അതെ, മക്കളോട് നുണ പറഞ്ഞ് കാശി പോവാന്നും പറഞ്ഞ് വന്നില്ലേ ഊട്ടി. ആ ഊട്ടി എത്തിയെന്ന് ഞാൻ സ്വന്തമായിട്ട് അങ്ങ് പറഞ്ഞതാ. എന്റെ വലിയൊരു ആഗ്രഹമല്ലായിരുന്നു ഊട്ടി കാണണമെന്ന്. എന്തായാലും ഞാൻ കൊണ്ടുവന്നാണ്ട ഊട്ടി കാണിച്ചു. ഇനി കുറച്ച് ദിവസം നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങ് അടിക്കും പൊളിക്കും. പോ ഇങ്ങോട്ട്. എനിക്ക് ഇവിടുത്തെ തണുപ്പങ്ങോട് പറ്റുന്നില്ലടി. ആട്ടെ, അവിടെ ആരാണ്ട് തീ ഇടുന്നുണ്ട്, പുകയൊക്കെ പോകുന്നുണ്ടോ? നമുക്ക് പോയി ഇച്ചിരി തീ കാഞ്ഞേച്ച് വന്നാലോ? എന്റെ പൊന്നു മനുഷ്യ, അത് കോടമഞ്ഞ് കയറി വരുവാ. തീ കായാൻ പോകുന്നു. എന്റെ പൊന്നടി, തണുപ്പിന്റെ അതാ കയ്യൊക്കെ കണ്ടോ മരം കണക്കാവുന്നടി. ഞാൻ ഇച്ചിരി തടവി തരാം. തടവി മേലോട്ട്, തടവി മേലോട്ട് കൊണ്ടുവന്നേ. നീ പിടിക്കണം. അങ്ങനെ വലിച്ച് തൊലിയെല്ലാം കൂടെ ഇവിടെ റബ്ബറിട്ട് വെച്ചിരുന്നെങ്കിലേ ഞാൻ നല്ല അടിപൊളിയായിട്ട് ഇരുന്നേനെ. നമുക്ക് സ്റ്റാപ്ലർ പിന്നെ അടിച്ചു വെക്കട്ടെ. എന്തെങ്കിലും പറയാ കൊള്ളേ. ആട്ടടി, ചെറുക്കം വിളിക്കുന്നത്. നീ എടുത്തു, നീ എടുത്തു. ഹലോ ഹലോ, അമ്മ എവിടെ എത്തി? ഞങ്ങള് ഊട്ടി എത്തി. ഊട്ടിയാ? അല്ല, ഞങ്ങള് റൂം പൂട്ടി ഇറങ്ങിന്ന്. അമ്പലങ്ങളിലൊക്കെ കേറിയാ? എന്നാ മക്കളെ, കേട്ടില്ല? അമ്പലങ്ങളിൽ കേറിയോ? അമ്പലം ഒരു വശത്തൂന്ന് ഇങ്ങനെ കേറി തുടങ്ങി. അവിടെ എങ്ങനെയുണ്ട് കാലാവസ്ഥ? ഉടിഞ്ഞ തണുപ്പാടാവേ. അതെ അതെ അതെ, ഇപ്പൊ ഇവിടെ തണുപ്പാന്ന്. അച്ഛനെന്തേ? അച്ഛൻ ഇവിടെ നിന്ന് നാമം ചൊല്ലുന്നുണ്ട്. അമ്മ ഇനി റേഞ്ച് കുറവാ, ഒറ്റത്തെ പറ. അമ്മ ഇനി അടുത്ത് എവിടാ പോന്നെ? ഇനി ഞങ്ങള് കൊടൈക്കനാല്. അല്ല, അതെ, ഈ റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് വിട്ട് വിട്ട് കേക്കുകയല്ലേ. അതാ ഇവിടെ കൊടവെച്ച കനാലിന്റെ അടുത്ത് കൊടവെച്ച ഒരു അമ്പലം ഉണ്ടല്ലോ. നീ വന്നിട്ടില്ല, നിനക്ക് അറിയത്തില്ല. ആ അമ്പലത്തിൽ കയറി 2 ദിവസം തൊഴുത് ഭജനമൊക്കെ ഇരുന്നിട്ട് അച്ഛനും അമ്മയും കൂടെ അങ്ങ് വരാത്തേ. പിന്നെ സമയത്തിന് മരുന്ന് കഴിക്കണം, ആഹാരം കഴിക്കണം, അച്ഛനെ നോക്കണം. അപ്പൊ ശരി, എന്നാ പിന്നെ വിളിക്കാം. എല്ലാം ശരി, ഓക്കെ എന്നാ. ഓക്കെ. അയ്യോ, അങ്ങനെ ഒരു തരത്തിൽ ഒപ്പിച്ചേ. ഈ പറഞ്ഞതൊക്കെ ചെറുക്കം വിശ്വസിച്ചോ? ഒരു തരത്തിലൊക്കെ അങ്ങ് ഒപ്പിച്ച്. അതെനിക്കറിയാം, നുണ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നിന്നെ കഴിഞ്ഞേ വേറെ ആരും ഉണ്ട്. അതെന്നാ വർത്താനാ മനുഷ്യ നിങ്ങളാ പറഞ്ഞേ? അല്ല, ഞാൻ എന്തോന്നാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒന്ന് പറഞ്ഞേ. എന്തോന്നാണെന്നോ? നമ്മുടെ കല്യാണം കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടെ സദ്യ കഴിച്ചുകൊണ്ടിരുന്നപ്പം ഒരുത്തം വന്ന് നിന്റെ ചെവിയിൽ ഏതാണ്ട് കുണുകുണാന്ന് പറഞ്ഞിട്ട് ആ ഇലയുടെ അറ്റത്തിരിക്കുന്ന പഴം എടുത്തോണ്ട് പോയില്ലയോ? അവൻ ആരാന്ന് വെച്ചിട്ട് ഇത്രയും കാലമായിട്ട് നീ സത്യം പറഞ്ഞു എന്നോട്? 40-45 കൊല്ലം മുമ്പ് നടന്ന പഴത്തിന്റെ കഥയും പൊക്കി പിടിച്ചോണ്ട് വരിക പഴം. എന്റെ അമ്മാവന്റെ മോനാണ്. ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതാ. അവൻ ജീവനോടെ ഉണ്ടായിരുന്ന ഞാൻ കൊണ്ടൊന്ന് കാണിച്ചു തരായിരുന്നു. ഇങ്ങേരുടെ കൂടെ ജീവിക്കുന്നതിനൊക്കെ വലി 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 വലിച്ചോണ്ടിരിക്കുകയും ചെയ്യും. ഒരു സമാധാനം തരികയെന്ന് എപ്പോഴും ഇങ്ങനെയാ. കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുക. ഒന്ന് പറഞ്ഞു പോയാ അപ്പോഴേ അങ്ങ് പിണങ്ങും. വേണ്ട പോ. എടി പെണ്ണെ, ഇങ്ങോട്ടൊക്കെ നീ പിണങ്ങല്ലേ. പിണങ്ങാൻ നിന്നെ കാണാൻ കൊണ്ടുപോയാലെന്താ? അല്ലെങ്കിൽ ആട്ടെ സിനിമ നടിയെ പോലെ ഇരിക്കുമല്ലോ നീ. ചുമ്മാ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു. അല്ലടി, ഉള്ള കാര്യമല്ലയോ? സത്യാണോ? തുന്തിരിയല്ലോ നീ അങ്ങ്. അതെ, ഇവിടെ എങ്ങും ആരും ഇല്ല. ഉള്ളതാ, ഇവിടെ ആരുമില്ല. അതിനിപ്പോ എന്തോ വേണോന്നാ? നമ്മക്കേ ആരെങ്കിലും ഒക്കെ ഉള്ളിടത്തോട്ട് പോകാൻ എനിക്ക് പേടിയാകുന്നു. എന്തിനാണ് പേടിക്കുന്നത്? ഞാനൊരുത്തരും ഇവിടെ നിൽക്കുമല്ലോ വടി പോലെ. വടി വേണം നിക്കണമെങ്കിൽ. തണുപ്പൊക്കെ ആയോണ്ടാ ഞാനിപ്പോ ഇവിടെ ഒരു 25 പുഷപ്പ് അങ്ങോട്ട് അടിക്കാൻ കൊണ്ടോ നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കും. 25 ശ്വാസം ഒന്ന് നേരെ എടുത്ത് വീട്, എന്നിട്ട് പുഷപ്പ് അടിക്കാം. അവള് പിണങ്ങി അതിനിടയ്ക്ക്. നിന്റെ പിണക്കം ഞാൻ ഇന്ന് മാറ്റുവേടി. വേണ്ട വേണ്ട, നിങ്ങളുടെ അല്ലയാ, അല്ലയാ, ഇവിടെ റേഞ്ച് ഇല്ല, ഭയങ്കര തണുപ്പ്. ഞാൻ ഇപ്പൊ ഊട്ടിയില്. ഞാനൊരു ഓട്ടം വന്നതാ. ഞാൻ നാളെ അങ്ങ് പോവും. അവിടെ അവളും മോനും ഒറ്റയ്ക്കില്ലേ ഉള്ളു. അമ്മയച്ഛനും കാശിക്ക് പോയി. അതുകൊണ്ടാ ഞാൻ എപ്പോഴും അങ്ങ് വരും. ഓക്കെ എന്നാ ഞാൻ വിളിക്കാല്ലേ, അവിടെ വന്നിട്ട് വിളിക്കാം. എന്റെ അച്ഛനും അമ്മയല്ലേ ഇത്? അവര് കാശിക്ക് പോകുന്ന പറഞ്ഞിട്ട് ഊട്ടി വന്ന് ഇറങ്ങുന്ന അവരുടെ പ്ലാൻ എന്തോന്ന് അറിയണം. മാർഗമുണ്ട്, മാസ്ക് എടുത്ത് വെക്കാം. കാണാൻ ഒരുപാട് സ്ഥലമുണ്ട്. കണ്ണാടി വെക്കാം. ആരോടെങ്കിലും ചോദിച്ചിട്ട് പോകാം. ആരോടെങ്കിലും ഒക്കെ ഒന്ന് ചോദിക്കാം. നല്ല വിധേയനായി അറിയാൻ വയ്യാത്ത സ്ഥലത്ത് നിന്നെ കൊണ്ട് ഞാൻ വന്നത്. ഇത് ആരെങ്കിലും സഹായത്തിന് കിട്ടാമെങ്കിൽ ഇവിടെ എല്ലാം നമുക്ക് നടന്ന് കാണാം.
അങ്ങോട്ട് ചെന്നിട്ട് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചാലേ അവിടെയൊക്കെ ആൾക്കാരുണ്ട് ഇതേ ആളും പേരും ഒക്കെ ഉള്ള സ്ഥലം. ചോദിക്കാനാടി വാ നമുക്ക് നോക്കാം. ലോ, ഗൈഡ് കോഴിക്കോട് റെയ്ഡ് ഇവിടെ വന്ന് നമ്മൾ എന്തിനാ കൂടെ നമ്മൾ ശരിക്കുള്ള ഭാര്യയും ഭർത്താവുമല്ലേ? ആണെങ്കിൽ എന്താ റെയ്ഡിന് പിടിച്ചാലുണ്ടല്ലോ ഊപ്പാട് വരും. നിനക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ. അവിടെ നിന്ന് വെച്ച് ഇവനെ ഗൈഡ് എന്നാ പറഞ്ഞ ഗൈഡ്. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ഈ ഊട്ടി വരുന്നവർക്കേ ഈ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഗൈഡാണ്. ഗൈഡ് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതായത് സൂയിസൈഡ് പോയിന്റ് ഉണ്ട്, വെള്ളച്ചാട്ടം ഉണ്ട്, തേയിലത്തോട്ടം ഉണ്ട്. തേയിലത്തോട്ടം ഉണ്ടോ? പിന്നെ തേയില കിട്ടുവോ? അതെ, നമുക്കൊരു 2 കിലോ തേയില മേടിച്ച് വീട്ടിൽ കൊണ്ടുപോവാം. ഞാൻ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നായിരുന്നല്ലോ. അല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ കൊണ്ടുപോയായിരുന്നു 2 കിലോ തേയില. ഈ ഒരു കാര്യത്തിൽ 2 കിലോ തേയില മാത്രം ആക്കണ്ട. ഇവിടുന്ന് ഇച്ചിരി മൂടൽ മഞ്ഞും കൂടെ വാരിക്കൊണ്ട് വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ടാ. ഞങ്ങൾ ഊട്ടിന്ന് കൊണ്ടുവന്നു പറഞ്ഞ് കൊണ്ടുകൊടു. എടി നമ്മളിപ്പോ കാശിയിലല്ലയോ? കാശിയില അത് വേറെ സെറ്റപ്പാ. അത് ഇവിടെ പറയാൻ പാടില്ല. ഇല്ല വേറെ ചോദിച്ചേ എവിടെയാ പോകാൻ പറ്റുന്നത്? അതിന് മുമ്പ് നമുക്ക് കീച്ചനോട് ഫോട്ടോ ഇങ്ങ് എടുക്കാം. അവനോട് പറ. 2 ഫോട്ടോ ഇങ്ങ് എടുത്താടാ. ഞങ്ങൾ വീട്ടിരിപ്പില്ലേ? വീട്ടിരിപ്പുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് എടുത്ത ഫോട്ടോ ഇല്ല. അതെ. അല്ല, ഞാൻ എന്റെ ഫോണിൽ നിന്ന് എടുക്കാം. അല്ല എന്തിനാ? അല്ല, എന്റെ ഫോണിൽ നിന്ന് എടുക്കുമ്പോഴേ എനിക്ക് മറ്റൊരാളെ കാണിക്കാൻ പറ്റും. ആരെ കാണിക്കാം? അല്ല, നിങ്ങളെ കാണിക്കാൻ പറ്റും. ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് കാണിക്കാം. അല്ല അന്നേരം ആ ഫോട്ടോ എങ്ങനെയാ ഞങ്ങൾക്ക് ഇവിടെ വരുന്നത്? അതൊക്കെ ചെയ്തു തരും. എടാ പച്ച മുഴുവനെ വേണേ. എടാ ഫുൾ സൈസ്. ഓ, പീടി മനുഷ്യ അങ്ങോട്ട്. ചിണ്ടോ ചിണ്ടോ അതെന്തോ അവൻ പറയുന്നേ? ഇതിങ്ങനെ താത്തു വെക്കാൻ. അത് താത്തു വെച്ചാൽ ഫോൺ കിട്ടും. ചിണ്ടോ ഇത് നിനക്കാ ഫോൺ. ആണ്ട കാലം വിളിക്കുന്നു. മനുഷ്യ ഇത് കലായൻ. നിങ്ങളെ നമ്മുടെ മോളാ. എടുക്കട്ടെ, കത്തി മാറ്റി വെച്ചേ. അത് വിളിച്ചത് കല എന്റെ മോള് വിളിച്ചതാ. അതും എനിക്കറിയാം. നിനക്ക് അങ്ങനെ അറിയാം? അല്ല, ഇപ്പൊ മാഡം പറഞ്ഞു മോളാന്ന് പറഞ്ഞു. ഇവിടെ ഞങ്ങൾക്ക് പോകാനൊക്കെ പറ്റിയ സ്ഥലം ഏതുണ്ട്? സ്ഥലം എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്ത് കയറാനുണ്ട്. എനിക്കൊന്ന് കയറണം കുതിരയുടെ പുറത്ത്. എന്നെ ഒന്ന് കയറ്റും. എന്റെ അമ്മച്ചി ഈ പ്രായത്തിൽ കുതിരപ്പുറത്ത് കയറാനോ? കൊള്ളാം. ഇവിടെ വീട്ടിൽ എന്റെ മേലെ കുതിര ഓർന്നത് നീ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് കുതിരപ്പുറത്ത് കയറണ്ട. അപ്പൊ അത് ക്യാൻസൽ. വേറൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ ആകാശ ഊഞ്ഞാലുണ്ട്. അതെങ്ങനെയാടാ ആകാശത്ത് ഊഞ്ഞാല് കെട്ടുന്നേ? ആകാശത്ത് ഊഞ്ഞാൽ ഇടുന്നല്ല, ഒരു വള്ളം പോലെ ഇരിക്കും. അത് നിങ്ങൾ രണ്ടുപേരും കയറ്റി എടുത്തിട്ട് ഇങ്ങനെ ആട്ടി മൂന്നാമത് ഒറ്റ ആട്ട് നേരെ അങ്ങ് ഉയരത്തിച്ചിട്ട്. അപ്പൊ പിന്നെ എളുപ്പമുണ്ടല്ലോ. ഉയരും കൂടെ അങ്ങ് പൊക്കോളൂ. ഇച്ചിരി ദൂരമല്ലേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് അതൊക്കെ അപകടം. അത് വേണ്ട. വേറെ എന്തെങ്കിലും നോക്കാം. വേറെ പറഞ്ഞേ. വേറെ സൂയിസൈഡ് പോയിന്റ് ഉണ്ട്. അതെന്നെ സംഭവം? അതൊന്ന് കാണാം. സൂയിസൈഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞിട്ട് ഒരു വസ്തു എടുത്ത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് റിട്ടേൺ തിരിച്ചു വരും. അയ്യോ, ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഈ ഭാരമില്ലാത്ത വസ്തു എടുത്തിടുമ്പോ തിരിച്ചതേപോലെ അത് വേണ്ട. അതെന്താ? എനിക്കിച്ചിരി ഭാരം ഉണ്ടേ. ഇവളെന്തോ കരുതിക്കൂട്ടി വന്ന പോലെ ഉണ്ട് എനിക്ക്. അല്ല, എനിക്കറിയാവുന്ന എന്നിട്ട് ചോദിക്കുക, നിങ്ങൾ എന്നാത്തിനാ എന്നെ ഊട്ടി കൊണ്ടുവന്നത്? എടി നിനക്ക് ഊട്ടി കാണണമെന്ന് പറഞ്ഞു, ഞാൻ കൊണ്ടുവന്നു. ഊട്ടി കാണിച്ചു. എന്നാ പിന്നെ വെൽക്കം ടു ഊട്ടി എന്ന് എഴുതി വെച്ച ബോർഡും കാണിച്ചിട്ട് എന്നെ തിരിച്ചങ്ങ് കൊണ്ടുപോയാ പോരായിരുന്നു. ഒന്നും കാണിച്ചില്ല. എന്ത് പറഞ്ഞാലും ഇയാൾ കണ്ടോ? നിങ്ങളൊക്കെ കേട്ടല്ലോ. അയ്യോ, നിങ്ങളൊക്കെ ഞാൻ നിർത്തി ഒരു സ്ഥലത്ത് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു പൊക്കോളാൻ. ഒരു സ്ഥലം എന്നെ കാണിക്കുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്നെ കൊണ്ടുവന്നു? ഇതെന്തു? ഇതാ ലിപ് ലോക്ക്. ഇനി കുറെ നേരത്തേക്ക് ശല്യം ഉണ്ടാവും. ഞാൻ കൂടെ കൊണ്ടു നടക്കുക. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇനി നിങ്ങൾക്ക് എങ്ങോട്ടാ പോണ്ടേ? ഇനി ഞങ്ങൾക്ക് പിടിച്ചേ. എനിക്ക് ഒരു സ്ഥലത്തും പോണ്ട. ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. മക്കളേടാ പോട്ടെ. എവിടെങ്കിലും വീട്ടിൽ പോയത്. തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ലടാ. എന്തോ രണ്ടുപേരും പ്ലാൻ എന്താ? നേരെ വീട്ടിൽ പോ. വീട്ടിൽ അപ്പൊ കാശിക്ക് പോകുന്നില്ലേ? വേണ്ട. ആജിക്കോ? നീ ചോദിക്കേണ്ട കാര്യം എന്തോ? ഞാൻ ആരാന്നോ? നീ ആരാ? മനസ്സിലായാ? അയ്യോ, നമ്മുടെ ഇളയമ്മൻ സന്തോഷ്. നീ എന്തോടാ ഇവിടെ? ഞാനിവിടെ ഓട്ടം വന്നതാ. അതുകൊണ്ടല്ലേ കാശിക്ക് പോയ നിങ്ങൾ ഇവിടെ വെച്ച് നിങ്ങളെ പിടിക്കാൻ പറ്റിയത്. നമ്മൾ പിടിക്കപ്പെട്ട്. അല്ല, ഇപ്പൊ എന്താ പ്ലാൻ എന്താ? ഞങ്ങൾക്ക് വീട്ടിൽ പോയാ മതി. നിങ്ങൾ ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം കണ്ട? ഇല്ലേ, തണുപ്പ് പറ്റുന്നില്ലടാ. അന്നാ അമ്മയുടെ ആഗ്രഹപ്രകാരം നമുക്ക് ഇവിടുന്ന് ഇന്ന് മൊത്തം സ്ഥലങ്ങളും കണ്ടിട്ട് നാളെ രാവിലെ നമ്മൾ ഒരുമിച്ച് വീട്ടിൽ പോകും. അയ്യോ, ശരിയാണോടാ മോനെ? അപ്പൊ അതാ നല്ല. അത്രയും വണ്ടി കൂലി ലാഭം ഉണ്ടല്ലോ. അപ്പൊ ഒരു കാര്യം, പാക്കപ്പ് ഊട്ടി. നൈസ് ടു മീറ്റ് യു.